മരിച്ചിട്ട് ഒരു വർഷം തികയാണ്. ഒരു വർഷത്തിനോടനുബന്ധിച്ച് പലവിധമായ പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുക. കാരണം അദ്ദേഹത്തിൻ്റെ ഓർമ്മ കഴിഞ്ഞ ഒരു വർഷക്കാലം ഞങ്ങൾക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകളാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരിക്കലും മരിച്ചായിട്ട് തോന്നുന്നില്ല, ഇന്നും ജീവിച്ചു വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഇന്ന് തൊട്ട് തുടങ്ങി വിവിധ പരിപാടികൾ, ഫുട്ബോൾ ടൂർണമെൻറ്റുകൾ, വോളിബോൾ ടൂർണമെൻറ്റ്, ക്രിക്കറ്റ് ടൂർണമെൻറ്റ്, ബാഡ്മിൻ്റൺ ടൂർണമെൻ്റ് അടക്കം പല ടൂർണമെൻറ്റുകൾ നടത്തുന്നു. ആളുകൾക്ക് ചികിത്സാ സഹായ പദ്ധതി തുടങ്ങിയിട്ടുണ്ട്. 3000 കുട്ടികൾക്ക് 30 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് കൊടുക്കുന്നു. അങ്ങനെ വിവിധ പരിപാടികളാണ് നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് നമ്മൾ മനസ്സിലേക്ക് വരുമ്പോൾ മകനെന്ന നിലയ്ക്ക് ആദ്യം മനസ്സിലേക്ക് വരുന്ന ഓർമ്മകളാണ്? അല്ല, ഞാൻ ആദ്യം കണ്ടത് തന്നെ ഒരു ഓർമ്മയാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ടത് എൻ്റെ 2ാമത്തെ വയസ്സിലാണ്. അതുവരെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ 2ാമത്തെ വയസ്സിൽ ഹർത്താലിൻ്റെ അന്നാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത്. അതാണ് ഏറ്റവും വലിയ ഓർമ്മ നിൽക്കുന്നത്. അവസാനത്തെ ഓർമ്മ അദ്ദേഹത്തെ ആശുപത്രി കൊണ്ടുപോകുന്നതിന് മുമ്പ് ഞാൻ അദ്ദേഹത്തെ ഇങ്ങനെ കോരിയെടുത്തത് ഞാനിന്ന് ഓർക്കുന്നു. ഇപ്പോൾ 2 ഓർമ്മകളും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുകയാണ്. ഉമ്മൻചാണ്ടി സാറിൻ്റെ മരണസമയത്തൊക്കെ നമുക്കറിയാം, ഇവിടെ നിന്ന് അവിടെ എത്താനുള്ളൊരു ബസ്സിലാണ് പോകുന്നതെങ്കിൽ കൂടിയും ദിവസങ്ങളെടുത്താണ് നമുക്ക് അവിടെ എത്താൻ കഴിഞ്ഞത്. ആ ഒരു ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കുന്നു എന്ന തെളിവാണിരുന്നു അല്ലാതെ? തീർച്ചയായിട്ടും ഇന്നും ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്നും ആ കല്ലറയിൽ വരുന്ന ആളുകൾ. ആ വഴി ആരെങ്കിലും പോവുകയാണെങ്കിൽ അവിടെ കയറാതെ പോകത്തില്ല. അതാണ് അദ്ദേഹത്തിനുള്ള. കാരണം നാലമ്പലത്തിൽ പോകുന്നവരുണ്ട്. അവർ കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാൻ കുറേ പേരെ കണ്ടു. ഇന്നലെ തൊട്ടാണ് നാലമ്പലത്തിൽ തുടങ്ങുന്നത് ഞാൻ മനസ്സിലാകുന്നത്. എല്ലാവരും അവിടെ കയറിയിട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ വിവിധ ദേവാലയങ്ങളിൽ പോകുന്നവർ അവിടെ കയറുന്നു. ഇന്നലെ ഒരു സർവ്വമത പ്രാർത്ഥന, തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ നിന്ന് വന്ന കോൺഗ്രസ് പ്രവർത്തക നേതൃത്വത്തിൽ സർവ്വമത പ്രാർത്ഥന. കുനമാവ്, എറണാകുളത്ത് നിന്ന്, പറവൂരിൽ നിന്ന് വന്നവർ അവിടെ വീട് നിർമ്മിച്ചു കൊടുത്തു. അതുമായി അവർ വന്നു. അങ്ങനെ വിവിധ തലത്തിൽ അവർക്ക് ആളുകൾ ഇന്നും ഓർക്കുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അപ്പയില്ലാതെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് ഇറങ്ങുകയാണ്. ആ സമയത്ത് മനസ്സിൽ എപ്പോഴെങ്കിലും അപ്പയെ മിസ് ചെയ്യാൻ തോന്നിയിട്ടുണ്ടോ? അല്ല, അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ കാണണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം ഇന്ന് തെരഞ്ഞെടുപ്പിൽ ഇല്ലാതായിപ്പോയി. ഞാൻ ഒറ്റയ്ക്കായിരുന്നു ആ ഇലക്ഷൻ മത്സരിക്കേണ്ടി വന്നത്. പക്ഷേ അതാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. അദ്ദേഹം കൂടെ കാണണം എന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ അത് നടക്കാതെ പോയത്. പക്ഷേ ദൈവനിശ്ചയമാണ്, എല്ലാം ദൈവത്തിൻ്റെ കയ്യിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ദൈവം തീരുമാനിക്കുന്ന പോലെയാണ് നമ്മുടെ ജീവിതം പോകുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ നിശ്ചയത്തെ ഞാൻ എതിർക്കുന്നില്ല. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ചിത്രങ്ങളിലൊക്കെ ഉമ്മൻചാണ്ടി സാർ നിറഞ്ഞു നിൽക്കുകയാണ്. ഓരോ ഓർമ്മകളാണ് പങ്കുവയ്ക്കുന്നത്. കുടുംബത്തിനോടൊപ്പം ഉള്ള ചിത്രങ്ങൾ, ഈ ചിത്രങ്ങളെ കുടുംബത്തോടൊപ്പം ഉള്ളതുണ്ട്, ജനങ്ങൾക്കൊപ്പം ഇറങ്ങിച്ചെന്ന് ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന ചിത്രങ്ങൾ അല്ലേ? തീർച്ചയായിട്ടും അദ്ദേഹം എന്നും ജനങ്ങളുടെ ഇടയിലാണ്, നേതാക്കന്മാരുടെ ഇടയിൽ, കോൺഗ്രസ്സുകാർക്കിടയിൽ ഒക്കെ അങ്ങനെ ജീവിച്ചു പോയ വ്യക്തിയാണ് അദ്ദേഹം. അങ്ങനെ തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അവസാനത്തെ കുറച്ച് നാളുകൾ മാത്രമാണ് അദ്ദേഹം ഒരു ഏകാന്തനായി ഞാൻ കണ്ടിട്ടുള്ളത്. അതൊരു ഞങ്ങൾക്കെല്ലാം വിഷമമായിരുന്നു. എങ്കിലും അത് ജനവും അത് അംഗീകരിച്ചു. എന്തെങ്കിലും സ്വപ്നങ്ങൾ അദ്ദേഹം ഇനിയും നെയ്തു കൂട്ടിയിരുന്നു? അദ്ദേഹം അങ്ങനെ സ്വപ്നത്തെക്കുറിച്ച് പറയുന്ന ആളല്ല. പക്ഷേ അദ്ദേഹത്തിന് ഒത്തിരി സ്വപ്നം ഉണ്ടെന്നുള്ളത് അദ്ദേഹത്തിന് പ്രവൃത്തിയിലൂടെ തെളിയിച്ചിട്ടുണ്ട്. ഇപ്പം എൻ്റെ മണ്ഡലത്തിൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ടാവണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അതിൻ്റെ ഔട്ട് പേഷ്യൻ്റ് ഉണ്ട്, ഇൻ പേഷ്യൻ്റ് ഇല്ല ഹോസ്പിറ്റലിലൂടെ. അദ്ദേഹം ആഗ്രഹിച്ച് മുഖ്യമന്ത്രിയായി തറക്കല്ലിട്ട് പോയതാണ്. പക്ഷേ പിന്നെ 8 വർഷമായി ഒന്നും നടന്നിട്ടില്ല. അതേപോലെ ആ നാടിൻ്റെ വികസനത്തിന് വേണ്ടി വിവിധ പാലങ്ങൾ സ്വപ്നം കണ്ടിരുന്നു. അതൊന്നും നടപ്പാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. പക്ഷേ ഇന്നും നമ്മൾ അതിനുവേണ്ടി പോരാടുകയാണ്. അദ്ദേഹം തുടങ്ങി വെച്ച പോരാട്ടം ഞങ്ങൾ തുടരുകയാണ്. One way we are very sad, we have lost a good leader like Umanchandi. In the first year of the anniversary, I had got an opportunity to come and the photo session of exhibition of Umanchandi ji. He is a great leader, and his nature as a human being is very important to every section of the society. His humbleness, his commitment, his honesty, and his hard work. I think it is what should be embodied for the
younger generation in this society of each and every community, and not in Kerala, throughout India, to be one of the best citizens of this country. As our leader, when it's my 5th term, when whichever term I has to contest, first is to come to Karnataka, campaign in my constituency, and never disturb me. He'll come on his time, campaign wherever possible. He'll meet me possible, otherwise he'll never disturb anywhere. And so humblenessly and closenessly, like a brotherly we were there. I remember him, and his nature is necessary for everyone. And this program is not only for photo exhibition, not only a photo exhibition. It is a transformation of nature, culture, and personality, and hard work, honesty of a good human being of society to the younger generation. So it's a transformation culture of to the younger generation. So it is a duty of every younger generation to learn the qualities of Uman Chandy, have a peaceful life, and loved by people and loved by God. And I am very happy to participate. And Kerala is always a sort of supporters for us. And K.C. Venugopalji was the main for me to get a ministry and other portion in my Karnataka also. So I have got a close attachment with Kerala. ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹം ഈ സംസ്ഥാനത്ത് കാഴ്ചവെച്ച വികസനത്തിൻ്റെ കാഴ്ചപ്പാട് അത് എല്ലാ കാലത്തും കേരളത്തിലെ ജനങ്ങൾ ഓർക്കും. ഹൈടെക് വികസനം മുതൽ സാധാരണക്കാരൻ്റെ ക്ഷേമത്തിന് വരെ പ്രവർത്തിച്ച ഒരു ഭരണകർത്താവായിരുന്നു അദ്ദേഹം. ഇവിടെ പറഞ്ഞതുപോലെ വിഴിഞ്ഞം തുറമുഖം, കരമന കളിയിക്കാവിള റോഡ്, കൊച്ചി മെട്രോ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം തുടങ്ങിയവ ഹൈടെക് ആയിരുന്നെങ്കിൽ സാധാരണക്കാരന് എല്ലാ ബുദ്ധിമുട്ടുകൾക്കും സഹായിക്കുന്ന കോക്ലിയർ ഇംപ്ലാന്റേഷൻ പ്ലാന്റ് ഉൾപ്പെടെ, അതുപോലെ തന്നെ കാരുണ്യ ബെനവലൻ്റ് സ്കീം, ഇതെല്ലാം സാധാരണക്കാരന് വേണ്ടിയാണ്. അപ്പോൾ ഹൈടെക് വികസനം മുതൽ സാധാരണക്കാരനെ സഹായിക്കുന്ന വിവിധ പദ്ധതികൾ 5 വർഷം കൊണ്ട് നടപ്പാക്കാൻ കഴിഞ്ഞ ഒരു ഭരണകർത്താവായിരുന്നു അദ്ദേഹം. ഇന്ന് അദ്ദേഹം അദ്ദേഹം മരിച്ചിട്ട് 1 വർഷം തികയാണ്. പക്ഷേ ആ വിടവ് ഞങ്ങളൊക്കെ ഇപ്പോഴും അനുഭവിക്കുകയാണ്. പാർട്ടിയുടെ ഏത് കാര്യങ്ങൾക്കും അവസാന വാക്ക് അദ്ദേഹമായിരുന്നു. അദ്ദേഹം ഇന്നില്ലാത്തത് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം. ഗ്രൂപ്പൊക്കെ കൊടികുത്തി നിന്ന കാലത്ത് ഞങ്ങൾ 2 ചേരിയിലായിരുന്നെങ്കിലും ആ ചേരികളെ പല കാര്യങ്ങളും സമന്വയിപ്പിക്കാൻ ശിവൻ AK ആന്റണിയും K കരുണാകരനും ഞങ്ങളെ 2 പേരെയാണ് ചുമതലപ്പെടുത്താറ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു വിജയം കൂടിയാണ് 2001 സ്ഥാനാർത്ഥി നിർണയം. പല സന്ദർഭങ്ങളിലും സ്ഥാനാർത്ഥി നിർണയം പാളിപ്പോകുന്ന ഘട്ടം വന്നപ്പോൾ അദ്ദേഹവും ഞാനും അദ്ദേഹത്തിൻ്റെ പൂർണ്ണ സഹകരണം ഉണ്ടായി. വിട്ടുവീഴ്ച ചെയ്യേണ്ട ഭാഗങ്ങൾ വിട്ടുവീഴ്ച ചെയ്യും, എന്നാൽ കർശനമായ ചില നിലപാടെടുക്കേണ്ട സമയത്ത് അത് കർശനമായിട്ടുള്ള നിലപാടെടുക്കും. അതിൻ്റെ ഒരു മെച്ചമാണ് 2001 ഏതാണ്ട് 100 സീറ്റ് വരെ അന്ന് UDFന് കിട്ടാനിടയാക്കിയ സാഹചര്യം. പല കാര്യങ്ങളും ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു കരുത്താണ് എന്നെ ഒരു ജനകീയ MLA ആക്കി മാറ്റിയത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറയുന്നത്. ഉമ്മൻചാണ്ടിക്ക് ഉമ്മൻചാണ്ടി മാത്രമേ ഉള്ളൂ, അതിന് പകരക്കാരനില്ല. K കരുണാകരന് പകരം കരുണാകരൻ മാത്രമേ ഉള്ളൂ. അതുപോലെ ഉമ്മൻചാണ്ടിക്ക് പകരം ഉമ്മൻചാണ്ടി മാത്രമേ ഉള്ളൂ. നമുക്കെല്ലാം പ്രിയങ്കരനായിരുന്ന ഉമ്മൻചാണ്ടി ഇല്ലാതായിട്ട് 1 വർഷം തികയാണ്. നമുക്കത് വിശ്വസിക്കാൻ പോലും
കഴിയാത്ത ഒരു യാഥാർത്ഥ്യമാണ്. സാധാരണക്കാരോടൊപ്പം നിൽക്കണം, അവരെ ചേർത്ത് പിടിക്കണമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കൂടെ അദ്ദേഹം ഉണ്ട് എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം. ഉമ്മൻചാണ്ടി കാണിച്ചു തന്ന ചില വഴികളും ആ വഴികൾ ഗാന്ധിയൻ ദർശനത്തിൽ അധിഷ്ഠിതമായ മറ്റുള്ളവൻ്റെ സങ്കടങ്ങളെ, അവൻ്റെ പ്രയാസങ്ങളെ, അവൻ്റെ ദുരിതങ്ങളെ മനസ്സിലാക്കി അത് പരിഹരിക്കാൻ വേണ്ടി നടത്തുന്ന തീക്ഷ്ണമായ യത്നമാണ്, അവൻ്റെ കണ്ണീര് തുടയ്ക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ശ്രമമാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് രാഷ്ട്രീയ പ്രവർത്തനത്തിന് നിർവചനം തന്ന ആളാണ് ശ്രീ ഉമ്മൻചാണ്ടി. അദ്ദേഹം ഒരു ഭരണാധികാരി എന്നുള്ള നിലയിലും രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിലും എപ്പോഴും ജനങ്ങളോടൊപ്പമായി, ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ സങ്കടങ്ങൾ കേട്ട്, അവരുടെ പരാതികൾ കേട്ട് അത് പരിഹരിക്കാൻ വേണ്ടി അദ്ദേഹം എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നു. ആ വേർപാട് എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ കഴിയാവുന്നതിലപ്പുറമുള്ള ഒരു വേർപാടാണ്. എങ്കിലും അദ്ദേഹം കാണിച്ചു തന്ന നന്മകൾ, കാണിച്ചു തന്ന മാതൃകകൾ ഞങ്ങൾക്കെല്ലാവർക്കും വഴികാട്ടിയായി ഇനിയും മുമ്പിലുണ്ടാകും. അദ്ദേഹം സഞ്ചരിച്ച പാതയിലൂടെ സഞ്ചരിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു വലിയ തലമുറ കേരളത്തിലുണ്ട് എന്നതാണ് നമ്മളെല്ലാവരെയും സമാധാനിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ ആദരവുകൾ അർപ്പിക്കുകയാണ്. ഒരു മനുഷ്യൻ ജനങ്ങളുടെ ഹൃദയത്തിൽ എത്രമാത്രമുണ്ട്, ജനങ്ങൾ ഒരു മനുഷ്യനെ, ആ മനുഷ്യനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് അളക്കാൻ ഏറ്റവും നല്ല ഒരു വഴി എനിക്ക് തോന്നുന്നത് ആ വ്യക്തി മരണപ്പെടുമ്പോൾ ജനങ്ങൾ എത്രമാത്രം അതിൽ കൺസേൺഡ്, അവരെത്രമാത്രം അത് ബാധിക്കുന്നു എന്നുള്ളത് നോക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ ഉമ്മൻചാണ്ടി കേരളത്തിൽ ഒരുപക്ഷെ വേർപെട്ടു പോയ നേതാക്കളിൽ വ്യത്യസ്തനാണ്. ലക്ഷങ്ങളാണ് അദ്ദേഹത്തെ അനുഗമിച്ചത് അന്ത്യയാത്രയിൽ. മാത്രമല്ല ആ ഖബറിടത്തിൽ ഇപ്പോഴും അതേ വികാരത്തോടുകൂടി ആളുകൾ വന്നും പോയും ഇരിക്കുന്നു. അപ്പം ജനഹൃദയത്തിൽ എന്തുമാത്രം ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. എന്തുകൊണ്ടാണ് ഇത്? അതാണ് ഉമ്മൻചാണ്ടിയുടെ പ്രത്യേകത. ഉമ്മൻചാണ്ടി ജനങ്ങൾക്ക് വേണ്ടി അക്ഷരാർത്ഥത്തിൽ ജീവിച്ച ഒരാളാണ്. അതായത് സ്വന്തം സുഖസൗകര്യങ്ങൾ വിസ്മരിച്ച് ഒരുപക്ഷെ ഭക്ഷണവും ഉറക്കവും വിശ്രമവും ഒക്കെ വേണ്ടെന്ന് വെച്ച് ജീവിതം മുഴുവൻ ബഹുജനങ്ങൾക്ക് വേണ്ടി, ഓരോ വ്യക്തിക്കും വേണ്ടി, പൊതുസമൂഹത്തിന് വേണ്ടി അങ്ങ് മാറ്റിവെച്ച ഒരു ജീവിതം, അതാണ് ഉമ്മൻചാണ്ടിയുടേത്. അപ്പോൾ മഹാത്മാഗാന്ധിയെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്, അദ്ദേഹം സ്വന്തം ജീവിതം ഒരു പരീക്ഷണം, സത്യാന്വേഷണ വഴികളിൽ അർപ്പിച്ച ഒരു ജീവിതമാണ് മഹാത്മാഗാന്ധിയുടേത് എന്ന് പറയാറുണ്ട്. അത് അന്നത്തെ രീതിയിൽ ലോകം ബഹുമാനിച്ച ഒന്നാണ് താനും, സംശയമൊന്നുമില്ല. പക്ഷേ സ്വന്തം ജീവിതം അത് ഭരണകർത്താവ്, ജനാധിപത്യത്തിലെ ഒരു പോരാളി പദവികളിലൊക്കെ വന്നപ്പോൾ ആ പദവി ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച വ്യക്തി എന്നുള്ള നിലയിലൊക്കെ, ഒരു അഡ്മിനിസ്ട്രേറ്റർ ആ നിലയിലൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടി എന്തെങ്കിലുമൊക്കെ എനിക്ക് ജീവിതത്തിൽ ചെയ്യാൻ കഴിയണം എന്നുള്ള നിലക്ക് പോരാടിയ ഒരാളാണ്. അതിൽ സ്വന്തം സമയമില്ല, ആർക്കും ഒരു സമയമുണ്ടാവും. MLA ക്വാർട്ടേഴ്സിൽ അദ്ദേഹത്തിൻ്റെ മുറിയിൽ സന്ദർശകർക്ക് പ്രത്യേക സമയമില്ല. അങ്ങനെ ഒരാളുണ്ടോ? നമ്മുടെ കൂട്ടത്തിലൊന്നും നമുക്കൊന്നും അത് ചിന്തിക്കാൻ പോലും പറ്റില്ല. 4 മണിക്ക്, പുലർച്ചെ 4 മണിക്ക് വരാം, 5 മണിക്ക് വരാം. അപ്പോൾ അദ്ദേഹത്തിന് പ്രാഥമിക കർമ്മങ്ങളൊക്കെ നിർവഹിക്കണ്ടേ എന്നുള്ള ചോദ്യം വരും. ഇല്ല, അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല. അതൊക്കെ അദ്ദേഹം അതിൻ്റെ ഇടയിൽ നടക്കുന്ന ഒരു കാര്യമായിട്ടാണ് എല്ലാവരും കണക്കാക്കിയിട്ടുള്ളത്. തുറന്നിട്ട് കൊടുത്താൽ ജനങ്ങൾക്ക് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ അങ്ങനെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ MLA ക്വാർട്ടേഴ്സിലെ മുറിയുടെ വാതിൽക്കൽ നമുക്ക് ചെന്ന് നോക്കിയാൽ MLA ഒക്കെ ആയിരുന്ന കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് അത് തുറന്ന് തന്നെ കിടക്കും. അതേപോലെ തന്നെ ഭക്ഷണ സമയം ഇല്ല. അത് ആളുകളെ കാണുന്നിടയിൽ
കയ്യിൽ കിട്ടുന്ന എന്താണെന്ന് വെച്ചാൽ അത് കഴിക്കും. പിന്നെ ഇരിക്കണമെന്നില്ല, കിടക്കണമെന്നില്ല. യാത്രക്ക് ഇന്ന ക്ലാസ് വേണമെന്നില്ല, ഇന്ന വാഹനം വേണം എന്നില്ല. ഒക്കെ അങ്ങനെ ഒഴുക്കിൽപ്പെട്ട് അങ്ങനെ നീന്തിപ്പോയ ഒരു ജീവിതം. അതായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ജീവിതം. ഒരു വരിയിൽ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ വാക്സ് മ്യൂസിയം കണ്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. വാക്സ് മ്യൂസിയത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു ചിരി അതൊരു കലാകാരൻ അതുപോലെ പകർത്തിയിട്ടുണ്ട്. കണ്ണിൽ വെള്ളം നിറയാതെ ആ ചിരി കാണാൻ പറ്റില്ല. അത് ഇപ്പം നമ്മളോടൊപ്പം ഇല്ല എന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷേ ആ ചിരി എന്നും ഇവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. ആ ചിരി ഈ ലോകത്തിന് സമ്മാനിച്ചിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത്. ഈ ചിരി എന്ന് പറയുന്നത് വെറും ഒരു ചിരിയല്ല, അത് വേദന അനുഭവിച്ചിട്ടുള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും പരാതിയുള്ള ഒരാൾക്ക്, ആവലാതിയുള്ള ഒരാൾക്ക് അവർക്കറിയാം ഈ ചിരിയുടെ അർത്ഥം. ആ ചിരിയിലെല്ലാം അലിഞ്ഞു പോകുന്ന ചിരിയാണ്. അത് പലർക്കും കിട്ടുന്നതല്ല. അത് ദൈവത്തിൻ്റെ അനുഗ്രഹം നേരിട്ടുള്ളവർക്ക് മാത്രം ലഭിക്കുന്ന ഒന്നാണത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ എല്ലായിടത്തും പറയാറുണ്ട്, ഈ ഉമ്മൻചാണ്ടി സാറിനെ സ്നേഹിക്കുകയല്ല ആൾക്കാർ ചെയ്യുന്നത്, ആരാധിക്കുകയാണ്. ഇപ്പം ഇവിടെ കല്ലറയിൽ തന്നെ ഇപ്പോഴും ആൾക്കാരിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആരാധനയുടെ ഭാഗമായിട്ടാണ്. അവരൊരു ദൈവത്തിന് തൊട്ട് താഴെ നിൽക്കുന്ന ഒരാളായിട്ടാണ് അദ്ദേഹത്തിനെ കാണുന്നത്. അങ്ങനെ എത്ര പേർക്ക് ആകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് ദർ ഈസ് നോ അതർ ബ്യൂട്ടി അതർ ദാൻ സിംപ്ലിസിറ്റി. ലാളിത്യത്തിൻ്റെ സൗന്ദര്യം എന്താണ് എന്ന് മനസ്സിലാക്കി തന്ന 3 പേരാണ്. ഒന്ന് എൻ്റെ അച്ഛനാണ്, 2 എൻ്റെ ബോസായിരുന്ന ISROയിൽ എൻ്റെ ബോസായിരുന്ന APJ അബ്ദുൽ കലാം, 3 ഉമ്മൻചാണ്ടി സാറ്. ഈ ലാളിത്യത്തിന് ഇത്ര സൗന്ദര്യമുണ്ടെന്ന് തെളിയിച്ചു തന്നത് അവരാണ്. ഇപ്പോൾ 50ഓളം രാജ്യങ്ങളിൽ ശാഖകളുള്ള ഈ സൂര്യ ലോകത്തിലെ ഏറ്റവും വലിയ കലാസംഘടനയാണ്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ഈ അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്ക് കൂടെ അറിയില്ലായിരിക്കും ചിലപ്പോൾ 25ാമത്തെ വയസ്സിൽ അത് മരിച്ചു പോയേനെ. അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യം കൊണ്ടാണ് അത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. ഇതൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് മരണമില്ല. അദ്ദേഹത്തിനെ ആരാധിച്ചുകൊണ്ടേയിരിക്കും ജനങ്ങൾ, ഞാനും. ഉമ്മൻചാണ്ടി KSU പ്രസിഡൻ്റായിരുന്നപ്പോൾ തിരുവനന്തപുരം സെൻറ്റ് ജോസ് സ്കൂളിലെ വിദ്യാർത്ഥിയായ ഞാൻ KSU പ്രവർത്തകനായിരുന്നു. അവിടുത്തെ സ്കൂൾ യൂണിറ്റ് പ്രസിഡൻ്റായി. 70 അദ്ദേഹം പുതുപ്പള്ളി മത്സരിച്ചപ്പോൾ മെഡിക്കൽ വിദ്യാർത്ഥിയായ ഞാൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അവിടെ പോയിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ മുറിയിൽ 70 മുതൽ 30 വർഷത്തിലോളം സ്ഥിരമായി കൈയടക്കിയ ആളാണ് ഞാൻ. അദ്ദേഹവുമായും കുടുംബവുമായും ഒരു തീവ്രമായ വ്യക്തിബന്ധം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഒരു പ്രത്യേക ഘട്ടത്തിൽ കോൺഗ്രസുമായി പിണങ്ങുകയും ഉമ്മൻചാണ്ടിക്കെതിരെ മത്സരിക്കാൻ ഇടയാവുകയും ചെയ്തത് കോൺഗ്രസിലെ അധികാര കുത്തകയ്ക്കെതിരായ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ്. വ്യക്തിപരമായി ഉമ്മൻചാണ്ടിയോട് പരിഭവമോ വിദ്വേഷമോ ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും അന്ന് 10 വർഷം കഴിഞ്ഞവരെ മാറ്റണം എന്ന എൻ്റെ നിലപാടിനോട് അദ്ദേഹം യോജിക്കാത്തതിൻ്റെ പേരിലാണ് ഞാൻ ക്ഷുഭിതനായി പുതുപ്പള്ളി മത്സരിക്കാൻ പോയത്. പക്ഷേ അതിനുശേഷവും ഞങ്ങളുടെ വ്യക്തിപരമായ ബന്ധങ്ങളിൽ യാതൊരു ശൈഥില്യവും ഉണ്ടായിട്ടില്ല. ഏറ്റവും ഒടുവിൽ 20 വർഷത്തിന് ശേഷം ഉമ്മൻചാണ്ടി ഞാൻ തിരിച്ചു വന്നേ മതിയാവുകയുള്ളൂ, തെറ്റ് എൻ്റെ ഭാഗത്താണ്, ചെറിയാൻ ഫിലിപ്പ് കുറ്റക്കാരനല്ല, അദ്ദേഹത്തിന് പരിഗണന കൊടുക്കാൻ കഴിയാത്തത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ദുഃഖമാണ്, ആ കുറ്റബോധം എന്നെ വേട്ടയാടുന്നുവെന്ന് ഉമ്മൻചാണ്ടി പരസ്യമായി പറയുകയും പിന്നീട് ആത്മകഥയിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. ഉമ്മൻചാണ്ടി എന്ന വ്യക്തിത്വത്തെ ഞാൻ കാണുന്നത് അടുത്തുനിന്ന് കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിലും 20 വർഷക്കാലം പുറത്തുനിന്ന് കണ്ട വ്യക്തി എന്ന നിലയിലും കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ജനങ്ങളോടുള്ള കാരുണ്യമാണ്. അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലെ ഒരു അത്ഭുത മനുഷ്യനാണ്, ഒരു ഊർജ്ജ പ്രസരണിയാണ്. കഠിനാധ്വാനശീലനായ അദ്ദേഹം കേരളത്തിലെ കോൺഗ്രസ് കെട്ടിപ്പടുക്കുന്നതിൽ, യൂത്ത് കോൺഗ്രസ് KSU പ്രസ്ഥാനം വളർത്തുന്നതിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു അധികാര ദുർമോഹിയായിരുന്നില്ല. 1995 കെ കരുണാകരന് പകരം ആദ്യം ഹൈക്കമാൻഡ് പരിഗണിച്ചത് ശ്രീ ഉമ്മൻചാണ്ടിയാണ്. പക്ഷെ അദ്ദേഹം
ഉറച്ച നിലപാട് സ്വീകരിച്ചു. ഞാൻ മുഖ്യമന്ത്രിയാവില്ല, അദ്ദേഹം ആൻ്റണിയുടെ പേര് നിർദ്ദേശിച്ചു. പിന്നീട് എല്ലാവരും കൂടി ആൻ്റണിയുടെ മേൽ സമ്മർദ്ദം ചെലുത്തിയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായത്. 1977 ഉമ്മൻചാണ്ടി ആദ്യമായി മന്ത്രിയാവുന്നത്, ആൻ്റണി മന്ത്രിസഭയിൽ. അത് കഴിഞ്ഞ് ആൻ്റണി രാജിവെച്ചപ്പോൾ അടുത്ത മന്ത്രിസഭയിൽ തുടരണമെന്ന് ആൻ്റണി ആവശ്യപ്പെട്ടപ്പോഴും അദ്ദേഹം തയ്യാറായില്ല. 80 ഇടതുപക്ഷ മന്ത്രിസഭയിൽ അദ്ദേഹത്തിന് മന്ത്രിയാകാമായിരുന്നു. അദ്ദേഹം വിസമ്മതിച്ചതുകൊണ്ടാണ് PC ചാക്കോയ്ക്ക് മന്ത്രിയാവാൻ കഴിഞ്ഞത്. 81 കരുണാകരൻ്റെ ബദൽ മന്ത്രിസഭയിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന് ആ സ്ഥാനം തുടരാമായിരുന്നു. വയലാർ രവി MLA ആയി വന്നപ്പോൾ 82 അദ്ദേഹം ഒഴിഞ്ഞു കൊടുത്തു. അതിനുശേഷം ധനകാര്യമന്ത്രി സ്ഥാനം രാജിവെച്ചു, പുറത്തു വന്നു. 95 ആൻ്റണി മുഖ്യമന്ത്രിയായപ്പോൾ ആ മന്ത്രിസഭയിൽ അംഗമാകാൻ അദ്ദേഹത്തെ ക്ഷണിച്ചു. 2001 ക്ഷണിച്ചു. അപ്പോഴൊന്നും ഉമ്മൻചാണ്ടി തയ്യാറായില്ല. 2024 ആൻ്റണി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചപ്പോൾ ആൻ്റണി സോണിയാഗാന്ധിയോട് നിർദ്ദേശിച്ചത് ശ്രീ ഉമ്മൻചാണ്ടിയാണ്. അങ്ങനെയാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി തീരുന്നത്. അങ്ങനെ സ്ഥാനമാനങ്ങളോട് പ്രത്യേകമായ മമത പുലർത്താതെ എപ്പോഴും അധികാര സ്ഥാനങ്ങളിൽ നിന്ന് മാറി നിന്ന് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച ജനസ്നേഹിയായ, മനുഷ്യരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒപ്പിയെടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രാവീണ്യം സിദ്ധിച്ച ഒരു നാളെന്ന നിലയിൽ അധികാര കസേരയിൽ അദ്ദേഹം വരുന്നത് വളരെ യാദൃച്ഛികമായാണ്. അധികാര കസേരയിൽ എത്തിയപ്പോഴെല്ലാം അധികാരത്തിൻ്റെ മത്ത് പിടിക്കാതെ അധികാരത്തിൻ്റെ എളിമ സ്വീകരിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുകയും അവരുടെ ദുഃഖവും ദുരിതവും ഒപ്പിയെടുക്കുന്നതിൽ അത് പൂർണ്ണമായി പ്രാവർത്തികമാക്കുന്നതിൽ അദ്ദേഹം പ്രതിശദ്ധനായിരുന്നു. അങ്ങനെ കേരളത്തിലെ ഏറ്റവും ശക്തനായ ജനകീയ മുഖ്യമന്ത്രി എന്ന ഖ്യാതി നേടാൻ ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞു. ഉമ്മൻചാണ്ടി ജനകീയ അടിത്തറയുള്ള നേതാവാണ്. ജനങ്ങൾ ഏത് പ്രശ്നം പറഞ്ഞാലും, പ്രവർത്തകന്മാർ ഏത് പ്രശ്നം പറഞ്ഞാലും അത് പരിഹരിക്കുന്നതിന് വേണ്ടി നിശ്ചിതാർത്ഥതയോടുകൂടി പ്രവർത്തിച്ചിരുന്നു. അത്തരം ജനകീയ നേതാക്കന്മാർ ഇന്ന് കോൺഗ്രസ് ഇല്ല. പക്ഷേ ആ ജനകീയ നേതാക്കന്മാരില്ല എന്ന് വെച്ച് ഓരോ ഘട്ടത്തിലും കോൺഗ്രസിൽ ജനകീയ നേതാക്കന്മാർ ഉണ്ടായിട്ടുള്ളത് ഓരോ പ്രത്യേകമായ പ്രതിസന്ധി ഘട്ടത്തിലാണ്. അതുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ അഭാവം കേരളത്തിൽ ഇന്നുണ്ടെങ്കിൽ പോലും ക്രമേണ ആ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ മുറിയിൽ ഞാൻ താമസിക്കുമ്പോൾ അദ്ദേഹം അവിടെ MLA ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് കിടക്കാൻ ഇടം കിട്ടാറില്ല. പലപ്പോഴും ഞങ്ങൾ KSUക്കാതെ കിടക്കും. രാത്രി കാലങ്ങളിൽ അദ്ദേഹം പുതുപ്പള്ളിയിൽ നിന്നും കോട്ടയത്ത് നിന്നുള്ള പാസ്റ്റ് പാസഞ്ചറിൽ എത്തുമ്പോൾ വെളുപ്പിനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുറിയിൽ മുഴുവൻ ആളുകൾ കിടന്നുറങ്ങും. അവസാനം അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പേപ്പറിൽ അദ്ദേഹം ഇടനാഴിയിൽ കിടന്നുറങ്ങുന്ന കാഴ്ച കണ്ടിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ മുറി ഒരിക്കലും അടച്ചിട്ടിരുന്നില്ല, തുറന്നിട്ടിരിക്കുകയാണ്. ആർക്കും വരാം, ആർക്കും കിടക്കാം. അങ്ങനെ തിരുവനന്തപുരത്തെ അറിയപ്പെടുന്ന ഒരു സത്രമായാണ് ഉമ്മൻചാണ്ടി കഴിഞ്ഞത്. ഉമ്മൻചാണ്ടിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച ഒരു ജീവിതമാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.